ഹലോ. സോ ഇന്ന് നമ്മൾ വീണ്ടും അഗൈൻ ഒരു ഗാർഡനിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ കേട്ടോ. സോ നമുക്കറിയാം നമ്മൾ 3R മെത്തേഡ് അല്ലേ, റീയൂസ്, റെഫ്യൂസ്, പിന്നെ എന്നായിരുന്നു റീസൈക്കിൾ. ഈ 3 മെത്തേഡാണ് നമ്മൾ വീട്ടിൽ പരമാവധി ട്രൈ ചെയ്യാൻ യൂസ് ചെയ്യേണ്ടത്, ഒരു സീറോ വേസ്റ്റ് വരുത്താനായിട്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മളിവിടെ വീട്ടിൽ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. സോ ഇത് നമ്മുടെ പാഴ്സൽ, ഫുഡ് പാഴ്സൽ ഒക്കെ കിട്ടുന്ന ട്രേസാണ്. സോ നമ്മൾ പുറത്തുനിന്ന് സീഡ്ലിങ് ട്രേസ് വാങ്ങുമ്പോൾ അത്യാവശ്യം കാശ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിതിനെ സീഡ്ലിങ് ട്രേ ആക്കി മാറ്റാം. എന്ത് ചെയ്യണം, കയ്യിലൊരു ഇങ്ങനത്തെ പഴയൊരു പപ്പടം കുത്തിയോ എന്തെങ്കിലും ഇരുമ്പിൻ്റെ ഒരു കുഞ്ഞ് കമ്പുണ്ടെങ്കിൽ അത് ചൂടാക്കിയിട്ട് ഇതുമിങ്ങനെ ഓട്ടകളിട്ട് കൊടുക്കാം. കണ്ടോ? അത് കഴിഞ്ഞാൽ നമുക്ക് സീഡ്ലിങ് ട്രേ ആയിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഈ മൂടി ഉണ്ടല്ലോ, ഒന്നെങ്കിൽ നമുക്ക് ഇത് വെള്ളം ഡ്രെയിൻ ആവുമ്പോൾ കളക്ട് ചെയ്യാനായിട്ടുള്ളൊരു ഇതുപോലെ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ചെറിയ ചെറിയ ഓട്ട ഇട്ടിട്ട് നമ്മളിങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഹ്യൂമിഡിറ്റി കൂടുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ സീഡ്സ് ജെർമിനേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ 2 രീതിയിൽ ഈ ലിഡ് യൂസ് ചെയ്യുകയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഡ്രെയിനേജിന് വേണ്ടി യൂസ് ചെയ്യണം. കാരണം ഞാൻ വൺസ് സീഡ്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വിൻഡോ സൈഡിൽ വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ വൺസ് മുളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റീപ്ലാന്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്ന് നടാൻ നമ്മൾ പോണത് ക്യാപ്സിക്കോ അതുപോലെ ബ്രക്കോളി സീഡ്സുമാണ് കേട്ടോ. സോ ലെറ്റ്സ് സീ ഇത് ജെർമിനേറ്റഡ് ആവുമോ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അപ്ഡേഷൻ ഞാൻ തരാം. സോ ഇന്ന് 23-ാം തീയതിയാണ്, ജൂൺ 23 2025. സോ ലെറ്റ്സ് സീ. ഞാൻ ഇച്ചിരി പോട്ടിംഗ് മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒന്ന് ലെവൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ നമ്മുടെ ക്യാപ്സിക്കത്തിൻ്റെ സീഡ്സ്, അധികമില്ല, കുറച്ചുള്ളൂ ക്യാപ്സിക്കത്തിൻ്റെ സീഡ്സ് കേട്ടോ, നമ്മളത് എടുത്തിട്ട് റാൻഡം അവിടെ ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മേലെ കൂടെ ജസ്റ്റ് കുറച്ച് മണ്ണ് തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് വിത്ത് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ മണ്ണൊന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. സോ ഓൾറെഡി മണ്ണ് നനവുള്ളതാണ് ഇപ്പോൾ മഴക്കാലമായ കാരണം. സോ അപ്പോൾ ഞാനിത് ചെറുതായിട്ടൊന്ന് വെള്ളം തളിക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ചെറുതായിട്ടൊന്ന്, ഇച്ചിരി നനവുണ്ട് ഓൾറെഡി മണ്ണ്, അപ്പം ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇതാക്കുന്നുള്ളൂ. ആൻഡ് ദെൻ ഐ എം ഗോയിങ് ടു കീപ്പ് ഇറ്റ് നിയർ ദി വിൻഡോ ഏരിയ വേർ ഇറ്റ് വിൽ ഗെറ്റ് സൺലൈറ്റ്. സോ അതേപോലെ നമുക്ക് നെക്സ്റ്റ് ഇതും കൂടി നടാം. സോ എഗെയിൻ നമ്മൾ പോട്ട് ചെയ്ത്, അയ്യോ ഫുള്ളും വീണ് പോയി, കുറച്ച് നമുക്ക് ലാസ്റ്റ് ഇടാതെടുക്കാം. ഓക്കെ, സോ എഗെയിൻ നമ്മൾ നമ്മുടെ ട്രെയിൽ മണ്ണ് നിറച്ചു. സോ ദിസ് ടൈം ഞാൻ ബ്രക്കോളി സീഡ്സാണ് എടുക്കുന്നത്. സോ ബ്രക്കോളി സീഡ്സ് കഴിഞ്ഞ വട്ടം പായപ്പോൾ തൈകൾ മുളച്ച് വന്നു, പക്ഷേ ഗ്രോത്ത് എന്തോ പിന്നെ റിട്ടാർഡഡ് ആയിപ്പോയി. ചിലപ്പോൾ വളം പ്രയോഗം കറക്റ്റായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഈ വട്ടം നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, എല്ലാം ഇട്ടിട്ടുണ്ട്. മേലക്കോടെ വീണ്ടും നമ്മൾ ഒരു ലെയർ അവിടെ ഏതും താഴെ ഇരിക്കണ്ടേ, ഇതെടുക്കാൻ അങ്ങോട്ട് നോക്കണം. ഓക്കെ, ഒരു ലെയർ ഞാൻ മണ്ണ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അഗെയിൻ നമ്മുടെ കൈ കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടിട്ട് ഇച്ചിരി വെള്ളം ഞാൻ എൻ്റെ മേലെ തൂവി കൊടുക്കണ്ടേ. ഓക്കെ, സോ നമ്മൾ 2 ട്രേയിലും സീഡ്സ് നട്ട് കഴിഞ്ഞു. സോ ദിസ് ഈസ് എ വേ ഓഫ് റീയൂസിങ് ദിസ് can. So I hope you all enjoy this and try gardening this way in your home.
ബൈ.